ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. KBTA ചേലക്കര മേഖലയും CITU ബസ് തൊഴിലാളി യൂണിയനും സംയുക്തമായി ചേലക്കര മേപ്പാടം താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്ററിലേക്ക് ടിവിയും വാട്ടർ പ്യൂരിഫയറും നൽകി. ഉദ്ഘാടനം മുൻ MLAയും പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനുമായ യുവ പ്രദീപ് നിർവഹിച്ചു. KBTA ചേലക്കര മേഖല CITU ബസ് തൊഴിലാളി യൂണിയന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ചേലക്കര താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്ററിലേക്ക് ടിവിയും വാട്ടർ പ്യൂരിഫയറും നൽകി. ഡയാലിസിസ് സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ മുൻ MLAയും പട്ടികജാതി പട്ടിക വികസന കോർപ്പറേഷൻ ചെയർമാനുമായ യുവ പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു. അന്ന് MLA ആയുള്ള കാലഘട്ടത്തിൽ ഇത് തുടക്കം കുറിക്കാൻ വേണ്ടി ഒരു ധാരണ ഉണ്ടായത്. അന്ന് ഇടതുപക്ഷത്തിൻ്റെ ഒരു ആവശ്യമായിരുന്നു ഒറ്റപ്പാലത്തും അതുപോലെ തന്നെ കുന്നംകുളത്തും ദൂരപ്രദേശങ്ങളിലെല്ലാം പോയി ചേലക്കരയിലെ പാവപ്പെട്ട രോഗികൾ, ഡയാലിസിസ് ആവശ്യമായ രോഗികൾ വിവിധ പ്രദേശത്ത് പോയി ജീവൻ നിലനിന്ന് കിട്ടാൻ വേണ്ടി അവിടെ അപേക്ഷ കൊടുത്ത് കാത്തു നിൽക്കുന്ന അവസ്ഥയും അന്നത്തെ MLA നിലയ്ക്ക് നമ്മളോടെല്ലാം ഇങ്ങനെ ഒറ്റപ്പാലം ഹോസ്പിറ്റലിലും എല്ലാമായി റെക്കമെൻഡേഷന് വേണ്ടി വന്ന് ഒരു ദയനീയമായ അഭ്യർത്ഥന നടക്കുന്ന ഒരു കാഴ്ച കണ്ടപ്പോൾ ഒരു ദയനീയ അവസ്ഥ എന്നോട് മാത്രമല്ല നമ്മുടെ മന്ത്രി അദ്ദേഹം പോലുള്ള ആളുകളോടെല്ലാം ഇതുപോലെ നിരന്തരം ഒന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളത് കൂടി ആലോചിച്ചാണ് ചേലക്കരയിൽ അങ്ങനെ ഒരു ആവശ്യം നമുക്ക് നടത്തണം എന്ന് ആലോചിച്ചപ്പോഴാണ് അന്ന് ഇടതുപക്ഷം നിർദ്ദേശിച്ച പ്രകാരം ഇന്ന് ഇങ്ങനെ ഒരു സ്ഥാപനം നമുക്ക് ചേലക്കരയിൽ ഉണ്ടാവാൻ കഴിഞ്ഞത്. അന്നത് തുടക്കം കുറിക്കുമ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജിലെ വിദഗ്ധരായ ഡോക്ടർമാരുമായി ആലോചിച്ചിട്ടാണ് ഇത് മുഴുവനായി പ്രവർത്തനം ആരംഭിക്കാൻ എത്ര ഫണ്ട് വേണം എന്ന് ചോദിച്ചപ്പോഴാണ് അവരതിൻ്റെ നിർദ്ദേശം തന്നത്. പക്ഷേ അതനുസരിച്ച് പിന്നീടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അംഗങ്ങളും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അംഗങ്ങളും നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി ഉൾപ്പെടെയുള്ള പിന്നീട് തെരഞ്ഞെടുപ്പ് ശേഷം അതിൻ്റെ പൂർത്തീകരിക്കാൻ വേണ്ടി വിവിധ ഇടപെടൽ നടത്തി ഫണ്ടും എല്ലാം വെച്ച് ഇന്നത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. വലിയ സന്തോഷം തോന്നുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് സാമൂഹികമായി ഏറെ ഗുണം നൽകുന്ന, സാധാരണ ജനങ്ങൾക്ക് അവരുടെ ചികിത്സാ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനു വേണ്ടി എത്തുന്ന ഘട്ടത്തിൽ പ്രാഥമികമായ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ സാമൂഹികമായി തന്നെ നടന്നു വരികയാണ്. നേരത്തെ തന്നെ ബസ് ഓണേഴ്സ് നമ്മുടെ ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിയിരിപ്പുകാർക്കും ഭക്ഷണം നൽകുന്ന ഒരു പ്രവർത്തനം ആരംഭിക്കുകയും അത് തുടർന്നു വരികയും ചെയ്യുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ശ്രീജയൻ, ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമായ ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരുൺ കാളിയത്ത്, ചേലക്കര താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് സുനിൽ, LC സെക്രട്ടറി CN പ്രഭാകരൻ, CITU ബസ് തൊഴിലാളി യൂണിയൻ ചേലക്കര മേഖലാ സെക്രട്ടറി ഷാനവാസ്, KBTA സംഘടനാ നേതാക്കൾ, CITU ബസ് തൊഴിലാളി അംഗങ്ങൾ, ആശുപത്രി ജീവനക്കാർ എന്നിവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുടർന്നും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ അവർക്ക് കഴിയട്ടെ എന്ന് പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇവിടെ ഈ ആശുപത്രികളിലേക്ക് നമ്മൾ വരുമ്പോൾ തന്നെ ആ കുറച്ച് സമയമെങ്കിലും അവർക്കൊന്ന് വിശ്രമിക്കുകയാണെങ്കിൽ അതിനാണ് നമുക്ക് ടിവിയും അതുപോലെ തന്നെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെയാണ് കുടിവെള്ളം. അപ്പോൾ ഏറ്റവും നല്ല അനുയോജ്യമായ ഒരു പ്രവൃത്തിയാണ് അവർ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഒരു കാര്യമാണ് ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. തുടക്കം എന്ന് പറയത്തില്ല, ഒരു തുടർച്ചയാണിത്.
അതായത് നമ്മുടെ ചേലക്കരയിലെ ബസ് ഓപ്പറേറ്റേഴ്സിൻ്റെ യൂണിയൻ ഇതിനു മുമ്പ് ഇവിടെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ തുടങ്ങി വച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് അവർ ഓരോരോ ആവശ്യങ്ങൾ കണ്ടുകൊണ്ട് ഇപ്പോഴും ഈ ഹോസ്പിറ്റലിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും വരുന്ന രോഗികളുടെ സുഗമമായ ഇവിടെ വന്ന് പോകുന്നതിനുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഡയാലിസിസ് സെൻറ്ററിലേക്ക് ഒരു വാട്ടർ പ്യൂരിഫയർ, അതുപോലെ തന്നെ വരുന്ന രോഗികൾക്ക് അവർ എത്രയാണേലും ഹോസ്പിറ്റലിലേക്ക് വരിക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അത്ര സുഖകരമായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് അവർക്ക് അവരുടെ മാനസിക സംഘർഷങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആ സമയം ഒരു TV അത് അവർക്ക് കിട്ടുന്ന ആ സംഖ്യയിൽ നിന്ന് ഒരു ചെറിയൊരു വിഹിതം അവർ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കി വയ്ക്കുക എന്നുള്ളൊരു വലിയ കാര്യമാണ് ചെയ്തു വരുന്നത്. ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ ഈ കഞ്ഞിയും ഭക്ഷണങ്ങളൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് കാലമായി, ഒരു കൊല്ലത്തോളം കൂടുതലായി അവരത് ചെയ്യുന്നു. അത് തൊഴിലാളികളുണ്ടായാലും ഉടമസ്ഥരൊക്കെ ഉണ്ട്. എന്തായാലും അത്തരം ഒരു കാര്യം പാവപ്പെട്ട അവിടുത്തെ ജനങ്ങൾക്ക്, രോഗികൾക്ക് ചെയ്യാനുള്ളൊരു മനസ്സ് തന്നെ അവർക്ക് ഉണ്ടായതിൽ ആദ്യമായി അവർ അഭിനന്ദിക്കുകയാണ്. വലിയൊരു കാര്യമാണ്, ചെറിയൊരു കാര്യമല്ല. അതിനവർ പ്രത്യേകം ഒരിക്കൽ കൂടി അവർക്ക് അഭിനന്ദനം കൊടുക്കുകയും ചെയ്തു വന്നിട്ടുള്ള ആളുകളാണ്. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഈ ഡയാലിസിസ് സെൻ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടുന്ന ചില അടിസ്ഥാന സൗകര്യങ്ങൾ, കുടിവെള്ള ലഭ്യത ഉൾപ്പെടെയുള്ള ചില അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി അവർ ഒരു വലിയ ശ്രമം നടത്തിയിട്ടുള്ളത്. ഏതായാലും ആ പ്രവർത്തനത്തിൽ അവരെ അഭിനന്ദിക്കുകയാണ്. തുടർന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് അവർക്ക് കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇതൊരു വളരെ നല്ല കാര്യമാണ് ചെയ്യുന്നത്. അതിന് പ്രത്യേകം അഭിനന്ദിക്കണം. നമുക്കറിയാം, തൊഴിലാളികളും അവരുടെ കൂടെയുള്ള മുതലാളിമാരും, അമിതമായ ലാഭം കൊയ്യുന്നവരെല്ലാം മുതലാളിമാർ. തൊഴിലാളികളാണെങ്കിൽ തങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് 10-15 ദിവസം അല്ലെങ്കിൽ 20 ദിവസം, അല്ലേ, 20 ദിവസം വരെയാണ് ആൾക്ക് ജോലി ചെയ്യാൻ കഴിയുള്ളൂ. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് നിശ്ചിത സംഖ്യ മാറ്റി വെച്ചിട്ടാണ് ഇവിടെയുള്ള ഭക്ഷണം കൊടുക്കുന്നതും അതോടൊപ്പം തന്നെ ഈ ഡയാലിസിസ് സെൻ്ററിലെ ഏറ്റവും ആവശ്യമായ ചില സൗകര്യങ്ങൾ കൂടി ഏർപ്പെടുത്തി കൊടുക്കുന്ന ഈ സേവന പരിപാടി സംഘടിപ്പിച്ചത്. പെരുമാറ്റച്ചട്ടം നിലവിലിരുന്നതുകൊണ്ട് നമുക്ക് ഈ ഡയാലിസിസ് സെൻ്ററിൻ്റെ ഉദ്ഘാടനം വേണ്ട വിധാഘോഷത്തോടു കൂടി നടത്തുവാനായിട്ട് കഴിഞ്ഞില്ല. കാരണം ഒരുപാട് സാങ്കേതികമായ കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഒരു ഡയാലിസിസ് സെൻ്റർ നമുക്ക് തുടങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. ഓരോന്നും പാലിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ വലിയ മറ്റ് സാമ്പത്തികമായ പ്രശ്നങ്ങളില്ലെങ്കിൽ അതങ്ങനെ തുടർന്നു പോകുവാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ആശുപത്രി ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മളത് തയ്യാറാവുകയും ചോദിച്ചവരിൽ നിന്ന് മുഴുവൻ, അതായത് നിരവധി പേരുടെ സംഭാവനകൾ മൂലമാണെങ്കിലും ഞങ്ങളുടെ തൊഴിലെടുത്ത ശമ്പളത്തിൻ്റെ ഒരു ചെറിയൊരു അംശം കൂടി ചേർത്ത് വളരെ പെട്ടെന്ന് തന്നെ, ഏകദേശം ഒരു 10 ദിവസമായിട്ടില്ലേ അങ്ങനെ ഒരു ആലോചന തുടങ്ങിയിട്ട്. CCV ന്യൂസ്, ചേലക്കര.